വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കപ്പ് കേക്കിന്റെ മോൾഡോ അല്ല ബട്ടറോ മുട്ടയോ ഒന്നും തന്നെ ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കപ്പ് കേക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇതിനായിട്ട് മോൾഡ് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ള ഒരു മോൾഡ് വെച്ചിട്ടാണ് ഞാൻ കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇതിന് മുട്ടയോ ബട്ടറോ ഞാൻ ചേർത്തിട്ടില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു പെർഫെക്ഷനോട് കൂടി തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ മുട്ടയൊന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ 1 കപ്പ് ബട്ടർ മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ബട്ടർ മിൽക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് തൈര് യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. പൊടിച്ച പഞ്ചസാര ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ പൊടിക്കാത്ത പഞ്ചസാര ചേർത്ത് കൊടുത്ത് ഒരു ഹാൻഡ് വിസ്ക് യൂസ് ചെയ്ത് 1 മിനിറ്റോളം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് ബട്ടർ മിൽക്കുമായിട്ട് മിക്സായി വരണം. കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റോളം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് ബട്ടർ ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് 2 സ്പൂൺ കോൺഫ്ലവർ ആണ്. കോൺഫ്ലവർ ഓപ്ഷണൽ ആണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. കോൺഫ്ലവറിന് പകരമായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കോൺഫ്ലവർ ചേർത്തിട്ടുള്ളത്. ഇനി വാനില എസൻസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1 കപ്പ് മൈദയാണ്. മൈദയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാവുന്നതാണ്. ഈ ടേസ്റ്റ് തന്നെയായിരിക്കും കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം കോഫി പൗഡർ വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ആണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും കൂടി മിക്സായി വരാനായിട്ടാണ് നമ്മളിതൊന്ന് അരിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കട്ട കിടപ്പുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. 1-2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കുന്നതിൽ കുഴപ്പമില്ല. ഇതിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ 2 വട്ടം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ മിൽക്കിലേക്ക് മിക്സിലേക്ക് നമുക്കിതൊന്ന് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി 3 സ്പൂൺ വെച്ച് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടി അങ്ങ് കട്ട പിടിച്ച് പോകുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കേക്ക് ബാറ്റർ തയ്യാറാക്കിയെടുക്കുന്ന സമയത്ത് ഒരു ഡയറക്ഷനിൽ മാത്രമായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് വിസ്ക് വെച്ചോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി മിക്സിയിലും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം തന്നെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ലൂസായിട്ടും പോയിട്ടില്ല, ഒരുപാട് തിക്കായിട്ടും പോയിട്ടില്ല. അപ്പോൾ ഞാൻ ഇനി സാധാരണ ഒരു പേപ്പർ കപ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഹോം മെയ്ഡായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പ് കേക്ക് മോൾഡ് ഇറക്കി വെച്ചിട്ടുണ്ട്. കപ്പ് കേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ, കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്കിതിൻ്റെ 1/4 ഭാഗം നിറയുന്ന രീതിയിൽ നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് എയർ ബബിൾസ് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും ഇതുപോലെ തന്നെ നമുക്കെല്ലാം ഒന്ന് ഒഴിച്ചെടുക്കാം. പേപ്പർ കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും എളുപ്പം. മോൾഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. പേപ്പർ കപ്പിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീൽ കപ്പിൽ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ കൂടി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അത് മുട്ട വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് മുട്ടയൊന്നും ചെയ്യാതെ തന്നെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് ഞാനൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നട്ട്സാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. കപ്പ് കേക്ക് ആയതുകൊണ്ട് തന്നെ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ എടുക്കുള്ളൂ. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാൻ സാധാരണയായിട്ട് എപ്പോഴും പറയാറേ ഉള്ളൂ. ഇത്തവണ ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാനൊരു ഇഡ്ഡലി പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇഡ്ഡലി പാത്രത്തിലേക്ക് കുറച്ച് ഉപ്പ് അടിഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രം ആയതുകൊണ്ട് അടിഭാഗം കുറച്ച്
കറുത്ത് പോയിട്ടുണ്ട്. നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രം ആകുമ്പോഴത്തേക്കും ഇതുപോലെ കളർ മാറുന്നതായിരിക്കും. ഇനി ഈ പാത്രം ഇതിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കറക്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്കെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല സോഫ്റ്റ് ആയിട്ട് പൊങ്ങി വന്നിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം പാത്രത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്തൊന്ന് കുത്തി നോക്കിയിട്ടുണ്ട്. ഒന്നും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. അപ്പോൾ നല്ല രീതിയിൽ അകംഭാഗവും നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ചൂടൊന്ന് ആറി വന്നതിന് ശേഷം നമുക്ക് പേപ്പർ കപ്പ് ഒന്ന് ഇതുപോലെ ഒന്ന് കീറിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നൈഫ് അതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇളക്കിയെടുത്താലും മതിയാവും. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ അത്ര തന്നെ സോഫ്റ്റ് തന്നെയാണ് ഈ കേക്ക് കഴിക്കാനായിട്ടും. ഒരു കപ്പ് മൈദയിൽ നമുക്കൊരു 10-12 കേക്ക് വരെയൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു കേക്ക് ബാറ്റർ വെച്ചിട്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും നല്ല രീതിയിൽ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു എഗ്ലെസ് കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു കേക്ക് ചെയ്തതും.